ലോകത്ത് എവിടെയൊക്കെ മലയാളികളുണ്ടോ ആ മലയാളികളുടെ വീട്ടിലൊക്കെ ഇന്നത്തെ ഓണത്തപ്പനെ ഇങ്ങനെ വച്ച് മാവേലിയെ വരവേൽക്കാൻ തയ്യാറായിട്ടുണ്ടാവും. ഇവിടെ ഒരു മനോഹരമായ പൂക്കളം ഇട്ട് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഓണത്തപ്പനുണ്ട്. മാവേലിയെ വരവേൽക്കാൻ എല്ലാ മലയാളികളും തയ്യാറായിട്ടുണ്ട്. അമ്മേ റെഡിയല്ലേ മാവേലിയെ വരവേൽക്കാൻ? എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്? ഇനി എന്തൊക്കെ ബാക്കിയുണ്ട്? ഇനി അണിയാനുണ്ട്, മാവ് വെച്ചിട്ട് അണിയാനുണ്ട്. എപ്പൊ തുടങ്ങിയ പരിപാടി? രാവിലത്തെ ഓണത്തപ്പനൊക്കെ ഒരുക്കണത് കുറെ പൂവൊക്കെ ഉണ്ട്, ഭയങ്കര കളർഫുൾ ഓണത്തപ്പനാണ്. ഇന്നലെ വൈകുന്നേരമൊക്കെ മണ്ണ് കുഴച്ച് ഒക്കെ പിടിച്ചു വെച്ചു, പൂവൊക്കെ കുത്തി വെച്ചു. ഇപ്പൊ രാവിലെയാണ് പൂ ഇട്ടത്. ഇത് അമ്മ ഉണ്ടാക്കിയ തൃക്കരപ്പനാണോ? ആ, ഞാൻ ഉണ്ടാക്കിയത്. അമ്മ മണ്ണ് കുഴച്ചുണ്ടാക്കി. ഞാൻ ഉണ്ടാക്കിയത്. എന്നിട്ട് പൂക്കൾ എങ്ങനെയാ വെച്ച്? പൂക്കള് നമ്മള് ഇളം കൊല്ലിലെടുത്തിട്ട് എല്ലാം കുത്തി വെക്കുകയാണ്. ഇനി എന്തൊക്കെ ബാക്കിയുണ്ട്? മാവിട്ട് ഇനി മാവിട്ട് അണിയണം. പുത്തരി ഉണ്ണലിന്റെ മുമ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പൂജ കഴിക്കണം. പൂജ അതിന് നമ്മൾ ഉച്ചക്ക് ഭക്ഷണം എല്ലാം വെച്ചിട്ട് അതിന് വെച്ചിട്ട് നമ്മൾ പൂജ കഴിക്കും. പൂജ കഴിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഫസ്റ്റ് മാവേലിക്ക് കഴിക്കണം. അതിന്റെ കുറച്ച് ജോലികൾ കൂടി ബാക്കിയുണ്ട്. ഇനിയുണ്ട്. എങ്ങനെയുണ്ട് ചേട്ടാ ഓണൊക്കെ? കളർഫുൾ അല്ലേ? കളർഫുള്ളാണ്. വീട്ടിലാണോ ഓണം? വീട്ടിലാണ്. പുറത്തേക്കൊന്നും പോയില്ല ഇത് കഴിഞ്ഞാൽ? ഓണാഘോഷ പരിപാടി ഉണ്ട് ജംഗ്ഷനിൽ, കല്ലിങ്ങൽ ജംഗ്ഷനിൽ. ഞാൻ അവിടെ പോയിട്ട് ബാക്കി ആഘോഷമാണ്. അപ്പൊ ഭക്ഷണമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂജിച്ച് കഴിച്ചിട്ട് വേണം പോവാൻ. പൂജ കഴിച്ചിട്ട് വേണം പോവാൻ. ഓണാഘോഷമൊക്കെ എവിടം വരെ എത്തി? ഓണാഘോഷം അടിപൊളി നടക്കുന്നുണ്ട്. കുറേ ദിവസങ്ങളായി ഇതിന്റെ കൂടെ പൂവണിയിലും അണിയിലും. വേറെ അവിടെ ഇല്ലാത്തൊരു പ്രത്യേകത നമ്മുടെ പാലക്കാട്ടുകാരുടെ ഓണാഘോഷത്തിനുണ്ട്. ഒരു 3 മാസം മുമ്പേ പൂക്കൾ ഇട്ട് കൊടുക്കല്ലേ? അതെ, 3 മാസം മുമ്പ് രാവിലെ നേരത്തെ എല്ലാ ഇതും കഴിഞ്ഞിട്ട് രാവിലെ 6 മണിക്ക് പൂക്കളം ഇടും. എപ്പോഴും പഴയ പോലെ തന്നെ ഉഷാറായിട്ട് രാവിലെ പൂക്കൾ ഇടും. അത് വൈഫ് അവർ തന്നെ ചെയ്യും. നമുക്കൊരു ഇൻട്രസ്റ്റ് ആണത് അല്ലേ? അതെ. പ്രായത്തിനകത്ത് തളർത്താനാവില്ല ആ ഒരു ഇൻട്രസ്റ്റ്. അത് മുടക്കം കൂടാതെ എത്രയും കാര്യം എത്തിക്കണ്ട്. ഞാനിവിടെ വന്നപ്പോൾ കുറച്ച് പേര് ഇവിടെ ഇങ്ങനെ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ചേച്ചി നിങ്ങളുടെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞോ പാട്ടൊക്കെ പാടാൻ? കുഴപ്പമില്ല. ഒരു പാട്ട് പാട് കേൾക്കട്ടെ. ഓണക്കല്ലേ, ഒരു ഓണപ്പാട്ട് പാട്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരും ഭാഗം വാങ്ങാൻ. പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഒരു ഗംഭീര പാട്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിയാറായിട്ട് ഇനി മാവ് ഒരുക്കി അവിടെ ഒരു ചെറിയൊരു പൂജ കഴിക്കണം. മാദേവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് ഇനി ഓണാഘോഷമൊക്കെ മലയാളിയുടെ തുടങ്ങുകയാണ്.